ജവഹർലാൽ നെഹ്റുവിൻ്റെ നയങ്ങളെ മുറുക്കെ പിടിക്കുന്ന മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു സമീപനത്തിലേക്ക് നീങ്ങുന്നുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ഉത്കണ്ഠയുണ്ടാക്കുന്ന കാര്യമാണ്. അത് ഒരു പ്രശ്നം. മറ്റൊന്ന്, ആകെ ബജറ്റിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ 20,500 കോടി രൂപ കിട്ടിയില്ല എന്നത്. ഈ 20,500 കോടി രൂപയുടെ കാര്യത്തിൽ വാസ്തവത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് കാണേണ്ട ഒരു പ്രശ്നമുണ്ട്. എന്താണ് 20,500 കോടി രൂപ? കേരളത്തിന് ലഭിച്ചിരുന്ന റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റാണ്. ഇതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ളതല്ല. റവന്യൂ ഡെഫിസിറ്റ് നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ്. ആ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുന്നില്ല. ഇപ്പോഴും ഈ പുതിയ 16ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസിന് ശേഷം ആ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. റവന്യൂ ഡെഫിസിറ്റ് ഉണ്ട്. അപ്പോൾ ആ റവന്യൂ ഡെഫിസിറ്റ് കവർ ചെയ്യുക എന്നുള്ളത് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ്. അത് നടപ്പാക്കേണ്ടതല്ലേ? അത് കിട്ടുന്നില്ല. അപ്പോൾ ആ 20,500 കോടി അന്ന് കിട്ടാത്ത പണം വകയിരുത്താൻ ശ്രമിച്ചു എന്ന് കുറ്റപ്പെടുത്തുന്നതിന് പകരം അത് പിടിച്ചു വാങ്ങുന്നതിനുള്ളൊരു സമീപനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഉണ്ടാവേണ്ടതാണ്. കേരളത്തിന് അർഹിക്കുന്നതാണ്. ഞാൻ മുമ്പ് രാവിലെയും ആ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ബജറ്റിൽ 5,000-ഓളം കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറയുമ്പോൾ 20,000 കോടി രൂപയുടെ കുറവിൽ 5,000 രൂപയാണ് വെട്ടിക്കുറച്ചിട്ടുള്ളത്. പക്ഷേ അപ്പോൾ 15,000 കോടി രൂപ എവിടെ നിന്ന് റേസ് ചെയ്യുന്നൊരു പ്രശ്നമുണ്ട്. അത്തരത്തിലുള്ള ഒരു ധനാഗമ മാർഗവും ഈ ബജറ്റിൽ ഇതുവരെ നിർദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ പ്രായോഗികമായ ബജറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള നിർദ്ദേശങ്ങൾ എങ്ങനെ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരും, അതിനുള്ള റിസോഴ്സസ് എവിടെയെന്ന് ബജറ്റ് പറയുന്നില്ല. വലിയൊരു ഗ്യാപ്പ് അവിടെ ബാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ളത് നോക്കാം.